Hi guys, this is Sharath from Phuket 1982. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാളംപുളി ഇട്ടു തൃശ്ശൂർ സ്റ്റൈലിൽ വെച്ച ഒരു അടിപൊളി അയലക്കറിയെ പറ്റിയാണ്. അതിന് എന്തെല്ലാം ഐറ്റം വേണം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി നമ്മൾ എടുത്തിട്ടേക്കുന്ന കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 5 കൊച്ചുള്ളി, കരിയാപ്പില, പച്ചമുളക്, പിന്നെ വാളംപുളി. ഇനി അതെങ്ങനെ പാചകം ചെയ്യുന്നത് എന്ന് നോക്കാം. ഫ്രൈ നമ്മൾ ഗ്യാസിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഞാൻ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് ശകലം കടുക് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ശകലം ഉലുവയും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ആദ്യം ഇട്ടൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂക്കുന്നിടം വരെ ഒന്ന് നോക്കി ഒന്ന് വഴറ്റി അത് കഴിഞ്ഞ് കുറച്ച് ഉള്ളി ഇരുന്ന ഉള്ളി കൂടി ഇട്ടൊന്ന് വഴറ്റി ഒന്ന് അടച്ചു വെച്ച് ശകലം നേരം അടച്ചു വെച്ച് നല്ലപോലെ വഴറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ശകലം മല്ലിപ്പൊടി, അതുപോലെ തന്നെ ശകലം മുളക് പൊടി, അതുപോലെ തന്നെ ശകലം മീൻ മസാല, അതുപോലെ തന്നെ ശകലം എന്താ പറയുന്നത് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒരു സ്പൂൺ, അല്ല ശകലം എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണാണ്, അതിൻ്റെ അളവ് ഒരു സ്പൂണാണ്. അപ്പം അത് എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി നല്ലപോലെ ഒന്ന് മിക്സാക്കി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഒന്ന് മൂത്തൊന്ന് കഴിയുമ്പോഴത്തേന് തക്കാളി, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി അതിലേക്ക് ഇടുക. തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് വെച്ച് തൻ്റെ ഈ പരുവായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം പകർന്നു കൊടുക്കുക. ചൂടുവെള്ളം പകർന്ന് ആവശ്യത്തിന്, കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിന് ചൂടുവെള്ളം പകർന്നു കൊടുക്കുക. അതൊന്ന് തിളച്ചതിന് ശേഷം ജസ്റ്റ് പുളി, നമ്മുടെ ഈ വാളംപുളി, നമ്മൾ വെച്ചേക്കുന്ന വാളംപുളി പിഴിഞ്ഞ്, വാളംപുളി ഇടാതെ വാളംപുളി വെള്ളം അതിലേക്ക് പകർന്ന് വെക്കുക, അതിലേക്ക് ഒഴിക്കുക. വാളംപുളി വെള്ളം മാത്രമായിട്ട് അതിലേക്ക് ഒഴിക്കുക. അത് ഒഴിച്ച് കുറച്ച് നേരം വെച്ച് ഒരു 5-10 മിനിറ്റ് വെക്കുമ്പോൾ അത് തിളയ്ക്കും. അത് തിളച്ച് കഴിയുമ്പോഴത്തേന് അതിലേക്ക് മീൻ എടുത്തിടുക. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ അതിലേക്ക് എടുത്തിടുക. ഇട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പണാക്കി നോക്കുക. അപ്പം മീൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ കറിക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇല്ല എങ്കിൽ, മീൻ വെന്തിട്ടില്ല എങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് നോക്കുക. മീൻ വെന്ത് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അത് നമ്മൾ അഴിഞ്ഞ സ്റ്റൗവിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഒരു ഉള്ളിയും 2 കരിയാപ്പിലയും എല്ലാം കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കേണ്ടതാണ്. ഒരു ടേസ്റ്റിന് വേണ്ടി അതിലേക്ക് ഒഴിക്കുക. നമ്മുടെ വാളംപുളി ഇട്ട് വെച്ച മീൻ കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇനിയും ഇതുപോലൊരു വീഡിയോയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം.